BJP ഫണ്ട് തട്ടിപ്പിൽ നിർണായകമായ ശബ്ദരേഖ പുറത്ത് 31 ലക്ഷം രൂപ കമ്മീഷൻ നൽകിയെന്ന് സ്ഥിരീകരിക്കുന്നതാണ് ശബ്ദ സന്ദേശം. കമ്മീഷൻ നൽകിയ കമ്പനി പ്രതിനിധിയുടേതാണ് ഈ ഓഡിയോ. സംസ്ഥാന സെക്രട്ടറി MB അഞ്ജനയ്ക്ക് നൽകിയത് 31 ലക്ഷം രൂപയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ കുടിശ്ശിക നൽകാമെന്ന ധാരണ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ഓഡിയോയിൽ പറയുന്നു. നമ്മുടെ ആ പേയ്മെൻറ്റ് ഫുള്ള് വാങ്ങിത്തരുമ്പം കൊടുക്കാമെന്നല്ലേ ഞാൻ അന്ന് പറഞ്ഞത്. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ മേടിച്ച് തരാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തരാമെന്ന് അഞ്ജന പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. കമ്പനിയിൽ ഞാനിപ്പം ആ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും പെട്ടെന്ന് എനിക്ക് ബാക്കി 4,65 എനിക്ക് തരണം. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് പേയ്മെൻറ്റ് ഫുൾ എമൗണ്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അഞ്ജനയിൽ 31 ലക്ഷം രൂപ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഫുൾ എമൗണ്ട് കിട്ടിയിട്ട് കൊടുത്താൽ പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല, അത് ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ട് തരാമെന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ ഇത്രയും ദിവസമായില്ലേ, ഞാനിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ബുദ്ധിമുട്ടി കമ്പനിയിലൊന്നും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ കമ്പനി ആപ്പാടെ നഷ്ടത്തിൽ നിൽക്കുവാണ്. നമുക്ക് ആപ്പാടെ കിട്ടുന്നൊരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതാണ്. അതുപോലും ഇപ്പോൾ കിട്ടാതെ ഇപ്പം ആപ്പാടെ കൈനഷ്ടം വന്നുകൊണ്ട് നിൽക്കുക. എത്രയും പെട്ടെന്ന് ആ പൈസ ഫണ്ടൊന്ന് റിലീസ് ചെയ്യാനുള്ള സംവിധാനം ഒന്ന് ചെയ്തു തരണേ. അതേസമയം ദേശീയ നേതൃത്വത്തിൽ ലഭിച്ച ബില്ലിൽ ഒരു ദിവസം 27 മണിക്കൂർ കാർ ഓടിയെന്ന് കാട്ടിയും പണം തട്ടി. തിരുവനന്തപുരം നോർത്തിലെ BJP നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള DN ടൂർ സമർപ്പിച്ച ബില്ലിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. നമ്മുടെ ആ പേയ്മെൻറ്റ് ഫുള്ള് വാങ്ങിത്തരുമ്പം കൊടുക്കാമെന്നല്ലേ ഞാൻ അന്ന് പറഞ്ഞത്. അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ പുതിയ ഫുൾ എമൗണ്ട് തന്നിട്ട് കൊടുത്താൽ മതി എന്നല്ലേ ആദ്യം പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ബാക്കി ബാലൻസ് 4,65,000 രൂപ മേടിച്ച് തരാം, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തരാമെന്ന് അഞ്ജന പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് ഞാൻ 31 ലക്ഷം രൂപ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഉറപ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടിലാണ്. BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ കൂടുതൽ നിർണായകമായ തെളിവുകൾ പുറത്തുവരികയാണ്. സംസ്ഥാന സെക്രട്ടറി അഞ്ജനയ്ക്ക് 31 ലക്ഷം രൂപ കൊടി വാങ്ങിയതിന് കമ്മീഷൻ നൽകിയെന്ന് നേരത്തെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് ലഭിച്ച പരാതിയിൽ പറഞ്ഞിരുന്നു. ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് ഇന്ന് പുറത്തു വന്നത്. ഈ കമ്പനി പ്രതിനിധി കൊടി നൽകിയ പ്രതിനിധി BJP നേതാവുമായി സംസാരിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. 31 ലക്ഷം രൂപ സംസ്ഥാന സെക്രട്ടറി അഞ്ജനയ്ക്ക് നൽകിയിട്ടുണ്ട്. കരാർ പ്രകാരം മുഴുവൻ തുകയും നൽകുമ്പോൾ കമ്മീഷൻ നൽകാമെന്നായിരുന്നു ധാരണ. പക്ഷേ 31 ലക്ഷം രൂപ നേരത്തെ കൊടുത്തു. ഇനിയും 4.65 ലക്ഷം രൂപ തനിക്ക് കിട്ടാനുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കുടിശ്ശിക നൽകാമെന്നായിരുന്നു അഞ്ജനയുടെ ഉറപ്പ്. ആ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല. തന്റെ കാര്യം ബുദ്ധിമുട്ടിലാണ്, കമ്പനി വലിയ പ്രതിസന്ധിയിലാണ്, ഉടൻ ഫണ്ട് റിലീസ് ചെയ്യണം. വാഗ്ദാനം ലംഘനം നടത്തി അഞ്ജന കമ്മീഷൻ നേരത്തെ വാങ്ങിയിട്ടും ഈ തുക വിട്ടു നൽകുന്നില്ല, ബാക്കി നൽകുന്ന പരാതിയാണ് ഈ കട ഉടമ, ഈ കൊടി നൽകിയ കമ്പനി ഉടമ BJP നേതാവിനോട് പറയുന്നത്. BJP കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ശബ്ദരേഖയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതിനും ഇടയിൽ തന്നെയാണ് മറ്റ് ബില്ലുകളുടെ കാര്യത്തിലും ഉള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ഈ ഓടാത്ത കാറിന് ടാക്സി ബില്ല് വാങ്ങി എന്നതടക്കമുള്ള ആരോപണങ്ങൾ. ഇവിടെ ഒരു ബില്ല് BL സന്തോഷിന് മുമ്പാകെ വന്ന പരാതിയിൽ വന്ന ബില്ലിന്റെ കണക്ക് ഇപ്രകാരമാണ്. ഒരു ദിവസം 27 മണിക്കൂർ ടാക്സി ഓടി എന്ന തരത്തിലുള്ള ബില്ലാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് പരമാവധി 24 മണിക്കൂർ മാത്രം ഒരു ദിവസം ഉള്ളപ്പോൾ അവിടെ 27 മണിക്കൂർ ഓടി എന്ന് പോലും കണക്ക് നൽകി BJPയുടെ ഫണ്ട് തട്ടിക്കാൻ ശ്രമം നടത്തിയത് മാത്രമല്ല അവിടെ ഫണ്ട് തട്ടിക്കുകയും ചെയ്തു. തിരുവനന്തപുരം നോർത്തിലെ BJP നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള DN ടൂർ സമർപ്പിച്ച ബില്ലിലാണ് ഈ തട്ടിപ്പ് ഉള്ളത്. BL സന്തോഷ് ലഭിച്ച പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ തട്ടിപ്പ് പുറത്തായത്. മാത്രമല്ല അതിന് നൽകിയ GST നമ്പർ അതും വ്യാജമെന്നും തെളിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള തട്ടിപ്പ് അത് ഓരോ ദിവസവും പുറത്തു വരികയാണ്. അഴിമതി മൂടിവെക്കാൻ, ക്രമക്കേട് മൂടിവെക്കാൻ BJP നേതൃത്വം ശ്രമിക്കുമ്പോഴും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന് വരുത്തിയെടുക്കാൻ അവർ ശ്രമിക്കുമ്പോഴും ഓരോ ദിവസവും പുതിയ തെളിവുകളാണ് BJPക്കെതിരെ വരുന്നത്. പോലീസിലടക്കം പരാതി വന്നു കഴിഞ്ഞു. BJP സംസ്ഥാന നേതൃത്വം ഇപ്പോഴും ഈ വിഷയത്തിൽ യഥാർത്ഥ പ്രതിസന്ധി എന്നോ അല്ലെങ്കിൽ നടപടികൾ എന്ന കാര്യം തുറന്നു പറയാൻ തയ്യാറാകുന്നുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.